വാ ഭഗവാന്റെ സർപ്പം ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായേ? അളാ മുട്ടിയാ ചേരിയും കടിക്കും ഇല്ലേ? ഇങ്ങോട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത്തിരി നെകളപ്പ് കൂടിയപ്പോ ഒരു ശിക്ഷ കൊടുത്തു, അത്ര തന്നെ. ശിക്ഷ സമയത്തിന് കണ്ടോണ്ട് രക്ഷപ്പെട്ടില്ലേ? ആളിപ്പോ മണ്ണിനടിയിലായനെ. എന്നാലും ഏട്ടനോട് 2 വർത്താനം പറയായിരുന്നു. ആരോട്? മേനോൻ സാറിന്റെ മോളുടെ മോനില്ലേ, ആ മുറി ഡോക്ടർ. അയാള് മുറി ഡോക്ടറൊന്നും അല്ല, മുഴുവൻ ഡോക്ടർ തന്നെയാ. MBBS കഴിഞ്ഞിട്ടിപ്പോ അയാൾ MS പഠിക്കണേ. എന്തായാലും പണം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടെന്നാ. അതിപ്പോ ഓരോരുത്തരും ഓരോ തരക്കാരല്ലേ. ചിലർക്ക് പണം, ചിലർക്ക് പദവി, ചിലർക്ക് സ്നേഹമായിരിക്കും. അയാളുടെ ധാരണ അയാളെ പോലെ തന്നെ എല്ലാരും എന്നാ. ഇപ്പോ പണത്തിന് മോഹക്കാരനാ ഞാനെങ്കിൽ എന്താ പറയാ? അയാൾ എത്ര നല്ല മനുഷ്യൻ, 5000 റുപ്യ ഒന്നുമല്ല പറയാ. ചിലർക്ക് സ്വന്തം ബന്ധങ്ങളാ വലുതേ. കയ്യിലൊന്ന് അമർത്തി പിടിച്ചാൽ സന്തോഷാവും, ഒന്നും മോഹം കറുപ്പിച്ച വിഷമാവും. അത്രക്കാരാ പ്രശ്നം, തൃപ്തി ഉണ്ടാവൂല. അതുപോലെ ആളെ എനിക്കറിയാം. ആരെ? ഏട്ടൻ തന്നെ. അമ്മൂതാ അച്ഛൻ വിളിക്കണു. എന്താ പുറപ്പെടുന്നില്ലേ അവൻ? എന്താ അപ്പം ഇങ്ങോട്ട് ചാടി ഓടി വരണേ? ഏയ് അമ്മു, ദാ അച്ഛൻ വിളിക്കണു. അവൻ നാളത്തേക്ക് ടിക്കറ്റ് ഓക്കെ ആക്കി പുറപ്പെടാതിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ചെന്ന് സംസാരിക്കേ. എന്ത് സംസാരിക്കാൻ? ടെൻഷൻ ഉണ്ടാവില്ലേ മോളെ? അതിനെ പറ്റി മേടിച്ച അച്ഛനറിയാലോ. ടെൻഷൻ. എന്നാലും ടിക്കറ്റ് ഓക്കെ ആയ സ്ഥിതിക്ക് അവൻ ഇത്രടം വരെ ഒന്ന് വരായിരുന്നു. നീ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഹോസ്പിറ്റലിലെ ചാർജ് മുഴുവൻ അവന്റെ തലയിലാ. ഇട്ടെറിഞ്ഞു പോരാൻ പറ്റുമോ? ഇന്ത്യ അല്ല അമേരിക്ക. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വാട്ട്? യാ forget it. താങ്ക് യു. ഏയ് ഇല്ലച്ചാ. സുമേ, ഇനി വരണ്ട. ദാ വരണോ. എന്താ ഇതൊന്നും ഇവിടെ വേണ്ട. ഞാൻ ചെടികൾ വാങ്ങാറില്ല. ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. ആര്? മുല്ലശ്ശേരിയിലെ കുട്ടി. ഓ കണ്ടോടി, കാശ് വാങ്ങില്ലെങ്കിൽ വേണ്ട, ഇഷ്ടമുള്ള കാര്യം ആയിക്കോട്ടെ എന്ന്. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതൊന്നും എനിക്കറിയില്ല. മടി. അല്ല, ഇത് ഇവിടെ വരെ എത്തിയുള്ളൂ. അങ്ങടെ ഇറക്കി വെക്കടോ. എന്തിനാ സാറേ ഇതൊക്കെ? അന്ന് അയാൾ എനിക്ക് കാശെന്ന് ഇതുമായിട്ട് എന്താ വ്യത്യാസം? അങ്ങനെ കരുതരുത് എന്റെ സുധാകരൻ നായര്. ഇതൊരു പിഴ അടയ്ക്കണതാ, ഫൈൻ. തന്റെ പൂക്കളും ചെടികളും കുറെ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട് അത്രേ. അതിന് പകരം കുറച്ച് ചെടികൾ, അത്രേ ഉള്ളൂ. അതിന് പകരാവോ സാറേ ഇത്? ഒന്നിനും പകരല്ല. വിഷം തൊട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പകരം ഞാൻ ഇവിടെ തന്ന അത് പകരാവോ? പിന്നെ ഈ പൂക്കള്, ചെടി ഇതൊന്നും വാങ്ങി വെക്കുന്നതിൽ എനിക്കൊരു രസമില്ല, ഇഷ്ടമില്ല. ഒരു കമ്പ് മുറിച്ച് നടുക, അത് പൊടിച്ചു വരണ കാണുക, വെള്ളം ഒഴിക്കുക, വളമിടുക, അങ്ങനെ ഒരു ചെടി വളർന്ന് അതിലൊരു പൂ വിടരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്. അത് വാടുമ്പോൾ ഉള്ളിൽ വിഷമുണ്ട്, അല്ലെങ്കിൽ അത് ആരെങ്കിലും പൊട്ടിച്ചിട്ട് പോകുമ്പോ നോവും. ഇതൊന്നും ഇല്ലാണ്ട് ഈ ചട്ടിപ്പൂക്കൾ വാങ്ങി വെക്കണ എന്തിനാ? അതെന്നല്ലേ പ്ലാസ്റ്റിക് പൂക്കള്. വെള്ളവും വേണ്ട, വളവും ഇടണ്ട, വാടവും ഇല്ല. താനത് വേണ്ടാന്ന് പറഞ്ഞാ അവൾക്ക് സങ്കടാവും. വേണ്ട മുത്തച്ഛ, നമുക്ക് ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോവാം. കുട്ടിയോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, വിരോധമൊന്നും ഇല്ല. തന്നെ കളിയാക്കിയതിലൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമുണ്ട്. അതൊന്നും സാരില്ല. എന്നെ ആരാ കളിയാക്കാത്തെ? വേണ്ട, ഞാൻ വിളിക്കാം. കുട്ടിയുടെ ആള് വരുന്നുണ്ട്. എന്താണ് കൃഷിപ്പണി? ഓ, ഗാർഡനിങ് ആണോ? അതിനൊരു 10-12 രൂപ കൊടുത്താ നല്ല ബഡ്രോസ് കിട്ടും. എന്താടി പണക്കാണോ? അന്ന് ഗുരുവായൂർ നീ വഴി വരണമെന്ന് വിചാരിച്ചാ, പക്ഷെ കോഴിക്കോട്ട് കല്യാണത്തിന്റെ റിസപ്ഷന് ഞങ്ങൾ ഉണ്ടാവണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധം. പിന്നെ ഫോൺ ചെയ്തപ്പോ നീ വളരെ നോർമലാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു. അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ലേ പ്രശ്നം. നീ 2 ചീത്ത പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല. അപ്പോ യു ഫീൽ ഗിൽറ്റി. അതുകൊണ്ടാണല്ലോ ഒരു ദിവസത്തെ ക്ലാസ് പോയാലും വേണ്ടിയിലാണ് ചോടിക്കേസ് ഞാൻ എത്തിയത്. സന്മനസ്സിന് നന്ദി. എന്താടി നിന്റെ കൊച്ചമ്മ എടുക്കണില്ലല്ലോ?
നല്ല തമാശ എന്റെ ഇരുന്ന് കണ്ടോ. എനിക്ക് വിശക്കുണ്ട്. ഊണെടുത്ത് വെക്കേ. ഏട്ടാ ഉണ്ണാം. ആ കുട്ടി ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഉണ്ട്. അമ്മ ഊണ് കഴിക്കാൻ നിർബന്ധിച്ചോണ്ട് ഈ അമ്മക്ക് എന്താ? ഞാൻ കുറച്ചേ ഉണ്ണുള്ളൂ. അല്ല അതല്ല, ഞങ്ങളുടെ കറിയൊക്കെ മഹാ മോശമായിരിക്കും. അതൊന്നും അറിയണല്ലോ. കല്യാണത്തിന് ഒരു ഊണ് തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. അതിന് എന്നാ എന്നാ ഒരു ഊണ് കഴിക്കാം. ഇതാ കണക്ക് പെടില്ല കേട്ടോ. എന്താ അത്ര വിളിക്കാനുള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇനി ആ പെണ്ണ് വല്ല പ്രേമോറ്റാണോടാ? തേങ്ങാക്കൊല. ഞാൻ നല്ല കണ്ണുപൊട്ടണ വർത്തമാനം പറയട്ടോ. അല്ല, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലടാ, നായകൻ നായികയെ റൗഡികളിൽ രക്ഷിക്കുന്നു, നായിക പൂ കൊടുക്കുന്നു, പാട്ട് പാടുന്നു. ഇവിടെ റൗഡികളല്ല, പാമ്പാവില്ലൽ. ഒറ്റ ചവിട്ടുന്ന നീ റോട്ട് കിടക്കും. ആന വാവളിക്കുന്നുണ്ട്, അണ്ണാൻ വാവളിക്കല്ലേ. നിങ്ങൾക്ക് എന്തിന്റെ കട പോവലട്ടാ? അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളെ നമ്പാൻ വയ്യ. കേട്ടിട്ടില്ലേ? വള്ളികൾക്കുണ്ടോ മരത്തിൻ ഗുണഗണം, വലതയിലേക്കും പടന്നു കേറും. വള്ളികൾക്കുണ്ടോ നിങ്ങളോടൊക്കെ പറയാൻ പോയ എന്നെ വേണം അടിക്കാൻ. ഞാനൊരു തമാശ പറഞ്ഞില്ലടാ. ഇങ്ങനെ തമാശ പറയാ? മനുഷ്യന്റെ കുരങ്ങളിപ്പിക്ക. ഇവനെ പോലൊരു പാവം ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ല. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ സുധാകരനാരെ വിശേഷിച്ച്? ഇരിക്കൂ ഇരിക്കൂ. അല്ല സാർ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചു എന്ന് അമ്മ പറഞ്ഞു. ഞാനോ? ഇല്ലല്ലോ. അതെ, ഇന്നലെ ഇവിടെ നിൽക്കുന്ന കുട്ടി വന്ന് പറഞ്ഞില്ല അമ്മയോട്? ഓ അമ്മോ. ആ രാധ ഒന്ന് വിളിക്കൂ, ചോദിക്കട്ടെ. മുത്തച്ഛ, ഞാനാ അവളെ വിട്ടത്. ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞാ വരില്ലെന്ന് കരുതി. അത് ശരി. ഇയാളെ കാണി നിനക്ക് അങ്ങനെ ചെന്നാ പോരെ? ഇത്രയും ദൂരം നടത്തണോ മോളെ? ഒരു കാര്യം കാട്ടിക്കൊടുക്കാനാ. ഒന്നിങ്ങോട്ട് വരൂ. ഒന്ന് വരൂ ജവാൻ സാബ്. ചെല്ലടോ, തനിക്ക് ഇപ്പോഴും തീർന്നില്ലേ അവരോടുള്ള പിണക്കം? ഓ ഇതാണോ? അന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇപ്പൊ രാവിലെ ഉറക്കമാണെന്നാ ആദ്യം വന്ന് നോക്കും മുള പൊട്ടിയൊന്ന്. കോളേജിലിരിക്കുമ്പോ ടെൻഷനാ, ആ പയ്യൻ എങ്ങനെ ഇത് കടിക്കുമെന്ന്. ക്ലാസ് വിട്ടാ ചുറ്റാൻ നിൽക്കാണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് നോക്കിയാലേ സമാധാനം ഉള്ളൂ. സുഖമുണ്ട് കേട്ടോ, ഒരു സന്തോഷം. പൂക്കൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. പിന്നെ അവിടെ വന്ന് ഒടിച്ചിരുന്നത് ഒരു രസം. സാബ് ദേഷ്യം പിടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുമ്പോ ഒരു തമാശ. അത് കൊള്ളാം. എന്നോട് ശരിക്കും ക്ഷമിക്കണം കേട്ടോ. ഓ അതൊന്നും സാരല്ല. പിന്നെ ഈ ചെടികൾ നടുമ്പോ വെറുതെ ഇങ്ങനെ നട്ടാ പോരാ, ഭാവന വേണം. അത് വളർന്ന് ചെടിയാവുന്നതും പൂക്കൾ ഉണ്ടാവുന്നതും ഒക്കെ മനസ്സിൽ കാണണം. പൂക്കളുടെ നിറം, വലിപ്പം അതൊക്കെ നോക്കി വേണം വെക്കാൻ. ചെടിച്ചട്ടികളാണെങ്കിൽ മാറ്റി മറിച്ച് വെച്ച് അറേഞ്ച് ചെയ്യാം. എനിക്കിവിടെ വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കണം. എന്നെ സഹായിക്കുവോ? ഒരു നല്ല പൂന്തോട്ടം ഉണ്ടാക്കാൻ 4-5 കൊല്ലെങ്കിലും വേണം. അതുവരെ ഉണ്ടാവോ കുട്ടി ഇവിടെ? ഞാൻ പിന്നെ ഇവിടെ പോവാൻ? ഞാൻ ഇവിടെ വിട്ട് സ്റ്റേറ്റ്സിലേക്ക് പോണ പ്രശ്നമില്ല. എനിക്കിഷ്ടമില്ല ഒരു സമാധാനം ഇല്ലാത്ത നാട്. എന്നാലും എന്നിവിടെ ഉണ്ടാവില്ലല്ലോ. കല്യാണം കഴിഞ്ഞ പോവില്ലേ? അപ്പൊ കല്യാണം വേണ്ടെന്ന് വെക്കണം. എന്താ പിന്നെ സന്യസിക്കാനോ പ്ലാൻ? എന്നിട്ട് ഇവിടെ ഒരു ആശ്രമം, നിറയെ പൂക്കളും ചെടികളും കിളികളും ഒക്കെ ആയിട്ട്. ഒരു വടിയും പിടിച്ച് ഞാനിവിടെ ഇരിക്കും, പൂക്കൾ പറിക്കാൻ വരുന്നവരെ തല്ലാൻ. അല്ലെങ്കിൽ ഒരു പാമ്പിനെ വളർത്തും. എന്താ? ഈ മാസത്തെ പറ്റി തീർത്ത് തരാൻ അച്ഛനോട് പറഞ്ഞേട്ടാ. ഗോപാലേട്ടാ, അമ്മ വരുമ്പോ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. കാശ് ഞാൻ വൈകിട്ട് വരുമ്പോ തരാം. തരാനേ? അതല്ലടാ, നീ എന്തായിരുന്നു 2 കാലില്? 2 കാലിലൊക്കെ ഒന്ന് നടന്ന് പഠിക്കട്ടെ എന്റെ ഗോപാലേട്ടാ.
അമ്മേ. ഇന്നെന്താ ഷാപ്പ് മുടക്കാണോ? ഏയ് മുടക്കില്ലല്ലോ. പിന്നെന്താ ഇങ്ങനെ വിശ്വരൂപം കാട്ടാണ്ട്? വയ്യാണ്ടായി. ഇപ്പൊ വൈകിട്ട് മാത്രമേ ഉള്ളൂ. എന്താ എന്നെ കണ്ടപ്പോ ഒന്ന് ചുരുണ്ടുകൂടിയ പോലെ? ഏയ് എനിക്ക് കുറച്ച് കണക്ക് നോക്കണ്ടായിരുന്നു. ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് അക്കൗണ്ട്സ് ഉണ്ടോ ഈ കടയ്ക്ക്? കടാണ് കംപ്ലീറ്റ് കടം പോയിരിക്ക. കുട്ടി കോളേജിൽ പോക്കില്ലേ? ഞാൻ ആഴ്ചയിൽ 2-3 ദിവസമേ പോവാറുള്ളൂ. ആ. ആദ്യമായിട്ട് കടയിൽ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞില്ല. ചായ ചായ ചായോ അതോ കാപ്പിയോ? ഇഷ്ടമുള്ളത്. കാപ്പി. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല. ഈ റോസിനൊക്കെ എന്ത് വള ഇടുക? രാധ പറയണു ആട്ടുംകാട്ടാ നല്ലതെന്ന്. ആട്ടുംകാട്ടം വളരെ ഗോവലട്ടൻ കണ്ടിട്ടില്ലേ? എന്ത് ആട്ടുംകാട്ടോ? അല്ല നമ്മുടെ മേനോ സാറിന്റെ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് പത്രം ഒന്ന് വേണം. പത്രം? ഗോപാലട്ടൻ ഇരിക്കെ. ഇല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്താ മൂപ്പര് പറഞ്ഞേ? ഒന്നുമില്ല. ഗോപാലട്ടൻ അറിയില്ലേ? നമ്മുടെ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. എന്നിട്ട് വളം ഞാൻ പറഞ്ഞുതരാം. വരണം. ഞാൻ കുറെ ചെടിക്കമ്പോളൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ഇപ്പൊ പോയിക്കോളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ പോയിക്കോളൂ. കാപ്പി? കാപ്പി കാപ്പി വരാൻ 1 മണിക്കൂറാവും. സമയമില്ല. എന്നെ അവോയ്ഡ് ചെയ്യാണോ? എന്തിന്? ഓക്കെ. വൈകിട്ട് വീട്ടിൽ വന്നില്ലെങ്കിലേ മൂക്ക് ഞാൻ ചെത്തും. സുധാരേട്ടോ, സുനല്ലേ? എടാ തെമ്മാടി തരത്തിനൊരു അതിരുണ്ട്. ചെമ്മാടി തരൂ. അതിന് ഞാനെന്താ ചെയ്തത് സുധാരേട്ടാ? എടാ ഒരു പെൺകുട്ടിക്ക് ഇവിടെ വരാൻ പറ്റില്ലേ? ഇതൊരു വ്യാപാര സ്ഥാപന. പലരും വരും. അതിനെ കളിയാക്കെ? അയ്യോ, സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ല സുധാരേട്ടാ. പോടാ പോടാ, എനിക്കെന്നെ അറിഞ്ഞൂടെ? നീ പോ. വെറുതെ വേണ്ടാത്ത കാര്യത്തിനാ വർത്തമാനം ഉണ്ടാക്കണേ. പിന്നെ അവനൊരു ചോദ്യം കേട്ടില്ലേ? കേട്ടു. കളിയാക്കിയതാന്ന് നിന്റെ തോന്നല. ഇത് കളിയല്ല കുട്ടാ. തുടങ്ങി. എനിക്കെന്നെ ദേഷ്യം പറ്റൂട്ടോ. നീ ആ പെൺകുട്ടിയുടെ കണ്ണി നോക്കിയോ? നോക്കി. എന്താ? എന്നിട്ടൊന്നും കണ്ടില്ല. ശരിയല്ല, അത്ര ശരിയല്ല. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? 8 പൊട്ടും തിരിയാത്തൊരു കുട്ടി വെറുതെ തോന്നിയാസം പറയരുത്. ഇതേ അമേരിക്കയിൽ ലണ്ടനൊന്നും അല്ലാട്ടാ.